ഞാൻ ഇന്നിവിടെ ഒരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി, പൊറോട്ട അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 വലിയ ഉള്ളി, ഇത് ഞാൻ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം 2 വലിയ ഉള്ളി ഇടുന്നുണ്ട്. അത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്ത ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി അരച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അതിട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണ്ട മസാലകൾ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കാം. എന്നിട്ട് അത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഏകദേശം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഏകദേശം ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. അത് ഇട്ട ശേഷം ആ തക്കാളി നന്നായിട്ട് വാടുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം. അന്ന് വാടിക്കഴിഞ്ഞ് പകുതിയാവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഞാൻ നല്ലോണം തിളപ്പിക്കുന്നുണ്ട്. ആ മസാലയ്ക്കൊന്ന് പിടിച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ അത് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നമ്മളെ ചിക്കൻ എത്ര അളവുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഏകദേശം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കിലോ ചിക്കൻ, അതായത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, അത് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ ആ മസാല നന്നായി പിടിപ്പിക്കാം. അത് ഇളക്കി നന്നായി മസാല പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ വെള്ളത്തിൽ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം വേവിച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം പകുതി മുക്കാലോളം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നാളികേരക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നാളികേരക്കൊത്ത് കുറച്ച് നല്ല ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് ഇടയ്ക്ക് ചിക്കനിലേക്ക് ഇടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിട്ട ശേഷം അതും നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ കുറച്ച് നേരം ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഏകദേശം അത്യാവശ്യം ഒരു കൈപ്പിടിയോളം മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കറിക്ക് ഭയങ്കര ഫ്ലേവറായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ മല്ലിയില അത്യാവശ്യം ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തിളപ്പിച്ച ശേഷം കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലോ കുറവോ ആക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ നല്ല രസമായിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ കുറച്ചധികം 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതും നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ പെപ്പർ ചിക്കനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഇങ്ങനെ വെള്ളം വറ്റി ഏകദേശം കുറച്ച് ഗ്രേവി ഇങ്ങനെ ചെറുതായി നിൽക്കുന്ന രീതിയിലായിരിക്കും ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ ബൈ.